അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് ഈ 3 മഞ്ചും ആവശ്യത്തിന് വെള്ളവും മാത്രം കുടിച്ച് ജീവിക്കാൻ പോവുകയാണ്. എങ്ങനെ ഈ ചലഞ്ച് ഞാൻ ചെയ്തു തീർത്തെന്ന് നോക്കാം. ഇന്ന് ഏകദേശം 7 മണിയായപ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു, ഫ്രഷായി. ഇപ്പോൾ സമയം 8 മണിയായി. 8 മണിയായപ്പോൾ ഞാൻ 3 ഇഡലിയും ചമ്മന്തിയും എടുത്തു. ഇനി നാളെ രാവിലെ 8 മണി വരെ ഞാൻ മറ്റൊന്നും കഴിക്കില്ല. അങ്ങനെ വീട്ടിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്തു. സമയം 1 മണിയായി. അങ്ങനെ ഞാൻ ആദ്യ മഞ്ചും ആവശ്യത്തിന് വെള്ളവും കുടിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വയറ് നിറഞ്ഞു. വിശപ്പ് തൽക്കാലത്തേക്ക് അടങ്ങി. ഇനി വിശപ്പുണ്ടാകാതിരിക്കാൻ ഞാൻ ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നല്ലപോലെ കിടക്കാൻ സാധിച്ചില്ല. കൂടെ ഞാൻ എഴുന്നേറ്റു. വിശപ്പ് വരുന്ന കാരണം ഞാൻ കൂടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. സമയം ഇപ്പോൾ 4 മണിയായി. 4 മണിയായപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ രണ്ടാമത്തെ മഞ്ചും കഴിച്ചു. അതിനുശേഷം ഉറക്കം വരാത്തത് കാരണം അമ്മയുടെ അടുത്ത് പോയി എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വെറുതെ അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നു. അപ്പോൾ അമ്മ എനിക്കൊരു ജോലി തന്നു. ഈ മരം മുറിച്ച് താഴെ ഇടണം. അതാണ് അമ്മ എനിക്ക് തന്ന ജോലി. മരത്തിൻ്റെ മുകൾ വശം ഏകദേശം ഉണങ്ങി നിൽക്കുകയാണ്. താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ പച്ചപ്പ്. മൊബൈലിൻ്റെ ക്യാമറ അവിടെ ഒരു കല്ലെ ചാരി വെച്ച ശേഷം ഞാൻ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ച് താഴെ ഇട്ടു. അങ്ങനെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. രാത്രിയായപ്പോഴേക്ക് എൻ്റെ കയ്യിലുള്ള അവസാനത്തെ മഞ്ചും ഞാൻ കഴിച്ചു. ആവശ്യത്തിൽ വെള്ളവും കുടിച്ചു. ഇനി നാളെ രാവിലെ വരെ തള്ളി നീക്കണം. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. പിറ്റേ ദിവസം രാവിലെ കഴിക്കാൻ ഈ 3 ചപ്പാത്തി എടുത്തു. അങ്ങനെ ആ 3 ചപ്പാത്തി കഴിച്ച് എൻ്റെ ചലഞ്ച് ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. വിശന്ന് ഊപ്പാട് വന്ന ഈ ചലഞ്ച് ആരും ചെയ്തു നോക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.